ഹലോ, ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതിലെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടയുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 500 ml മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബോയിലായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് മാറ്റി വെച്ച കോഫി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്താതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മുടെ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. അതുപോലെ തന്നെ ഒരു 3 മിനിറ്റ് നിർത്താതെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് കൂടുതൽ തിക്കായിട്ട് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതൊരുവിധം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിടുകയാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കഷ്ണം ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ആക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പുഡിങ് അതിൽ നിന്ന് നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബട്ടർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കണം. അതിനുശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു 4 hours ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ കോഫി പൗഡർ എടുത്ത് നമുക്കൊരു അരിപ്പയിലൂടെ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.